അപ്പോൾ ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത മാസം ഇലക്ഷനാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ പേരുണ്ടോ ഇല്ല വോട്ടർ ലിസ്റ്റിൽ എങ്ങനെ നോക്കാം നമുക്ക്. ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താ, ദിസ് ആക്ടിവിറ്റി ഈസ് നോട്ട് അവൈലബിൾ നൗ. അപ്പോൾ എന്താക്കുക, ഈ ചിഹ്നമല്ല ഇവിടെ ഇലക്ഷൻ കമ്മീഷനിൻ്റെ അവിടെ ടച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ ഉണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട്, പിന്നെ നോ യുവർ സ്റ്റാറ്റസ്, അതായത് പുതിയതായി അപേക്ഷ കൊടുത്തവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് നോക്കാം, ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ സെർച്ച് വോട്ടർ ലിസ്റ്റ് ഉണ്ട്, പിന്നെ വോട്ടർ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോട്ടർ ലിസ്റ്റ് പേരുണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ സെർച്ച് വോട്ടറിൽ കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡിസ്ട്രിക്റ്റും വോട്ടർ ID കാർഡും ക്യാപ്ച അടിച്ച് കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ അടുത്തത് നമുക്ക് വോട്ടർ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടി, അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ അടിച്ച് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ ഇഷ്ടമായി കൊടുത്താൽ മതി. അതുപോലെ ഓൺലൈൻ സർവീസ് ഫോർ പ്രവാസി വോട്ടേഴ്സ്, അതായത് വിദേശത്തിൽ താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടി, ഇവിടെ അടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ട് എന്താണ് അതും എടുക്കുക, പിന്നെ ലോക്കൽ ബോഡി എന്താണ് അതും എടുക്കുക, വാർഡ് നമ്പർ, പിന്നെ പോളിംഗ് സ്റ്റേഷൻ സ്വയമായി വരും. പിന്നെ ലാംഗ്വേജ് അതായത് തമിഴുണ്ട്, ഇംഗ്ലീഷുണ്ട്, കന്നഡ ഉണ്ട്. നമുക്ക് ഈ ഭാഷ ഏത് ഭാഷയിലാണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഈ ക്യാപ്ച കൊടുത്ത് കഴിഞ്ഞാൽ സെർച്ച് അടിച്ചാൽ എന്താക്കും, നിങ്ങൾ പേരുണ്ടോ ഇല്ലയോ, പിന്നെ നിങ്ങൾ അയൽവാസി പേരുണ്ടോ ഇല്ലയോ എന്നുണ്ട്, കുടുംബക്കാരൻ്റെ ആരുടെ പേരില്ല, അതൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ പോളിംഗ് സ്റ്റേഷൻ എവിടെ വരുന്നതൊക്കെ അതും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.